ഹായ് ബായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ നിന്നുള്ള ചില കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പൂവാലി പശു വെള്ളത്തിന് ദാഹിച്ചിട്ട് വലഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി മില്ലിൽ കൊണ്ടുപോകാനുള്ള പ്ലാനായിട്ട് ഞങ്ങളെ പറമ്പിക്ക് വന്നതാണ്. വന്ന സമയത്ത് കുറച്ച് വെള്ളം അതിന് കൊടുത്ത് നല്ല ആർത്തിയോടെ വലിച്ച് കുടിക്കണം. മൂപ്പര് ദാഹിച്ചിട്ട് മേപ്പോട്ട് നോക്കി നടക്കുകയായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലായി വെള്ളത്തിന് ദാഹിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കോരി അതിൽ ഒഴിച്ചു കൊടുത്ത് മൂപ്പര് കുടിച്ചതിന് ശേഷം ആ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ അരി കഴുകി വൃത്തിയാക്കി വെയിലത്തിടാനുള്ള പ്ലാനിലാണ്. അങ്ങനെ വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ കൂടി ഒരു വമ്പൻ ചേര എരുത്തു കൂടിയാണ് പോയി. അതിൽ പെട്ടെന്നൊന്ന് പേടിച്ച്. എന്തായാലും ഞങ്ങളുടെ ഗ്രാമവിശേഷങ്ങളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ജീവിതവുമാണ് നമ്മളിവിടെ പകർത്തിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ സംഭവങ്ങളാണിത്. നമുക്ക് വേണ്ടിയുള്ള ഓരോ ആവശ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുത്ത് വെയിലത്തിട്ട് അത് ഉണക്കിയതിന് ശേഷം പൊടിയാക്കി നമ്മളത് സൂക്ഷിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കൊച്ചു സംസാരങ്ങളും അതിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലത് ജീവിതത്തിലൊരു രസമാണ്. ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധാരണയാണ്. ചിലപ്പോൾ അടിയൊന്നും കൂടാറില്ല. എന്നാലും എന്തു ചെയ്യും, നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് ശരിയാക്കും, ഉഷാറാവും പിന്നെ. അപ്പം അങ്ങനെയാണ്. സ്നേഹമാണല്ലോ ജീവിതം. സ്നേഹമില്ലെങ്കിൽ ലോകം ഉണ്ടോ? അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങൊക്കെ സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിന് ഒരു രസം ഉണ്ടാവുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുമ്പോഴാണല്ലോ അത് ഒരു രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ല ജീവിതം നല്ല സന്തോഷത്തിലും ആവണം. ഇതിനെല്ലാവരും ശ്രമിക്കുക. നമ്മുടെ സ്നേഹം നിലനിർത്തുക, സൗഹൃദങ്ങൾ നിലനിർത്തുക. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സ്നേഹവും സൗഹൃദവും ഉണരേണ്ടതുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചും സഹകരിച്ചും ജീവിതയാത്ര മുന്നോട്ട് പോകണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഷെയറും ഒക്കെയാണ് നമ്മുടെ വിജയം. എല്ലാവരുടെയും ജീവിതം സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമം വളരെ മനോഹരമാണ് കാണാൻ. നമ്മുടെ ഇന്നോവയാണ് ആ കാണുന്നത്. നമ്മുടെ യാത്ര ചെയ്യാനുള്ള വാഹനമാണ്. പിന്നെ കുറച്ചുള്ളെങ്കിലും ഉള്ളതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഈ ലോകത്ത് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നമ്മളതിന് ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മനോഹരമായ നല്ല നല്ല സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. ഉള്ളതിൽ നമ്മൾ സംതൃപ്തരാണ്. സമാധാനമുണ്ടാകും. ഉള്ളതിൽ നമ്മൾ സംതൃപ്തരായാൽ നമുക്ക് സമാധാനമുണ്ടാവും. മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ നമുക്ക് കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും.
അപ്പോൾ നമ്മൾ നമ്മളിലുള്ളതിൽ സഹകരിച്ച് സംതൃപ്തിയോടുകൂടി നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാകും. അങ്ങനല്ലേ? അപ്പോൾ ഏതായാലും ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണക്കാനുള്ള സംഭവം കുറച്ചൊരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് നമ്മളെ വീടുള്ളത്. ഇവിടെ ഞങ്ങൾ ഇത് ഉണക്കാൻ ഒക്കെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ചൊക്കെ കഴിഞ്ഞാൽ, കുറച്ച് പൈസ ഒക്കെ ഉണ്ടായാൽ ഞങ്ങളിവിടെ ഒരു വീട് വെക്കും. വീട് വെക്കാനുള്ള സംവിധാനത്തോടു കൂടി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തന്നെ ചെറിയ റോഡുണ്ട് ഇങ്ങോട്ട്. ആ റോഡിൽ സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഏതായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്കൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.